ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാൻ മലേഷ്യയിലെ കോലാലംപൂരിലെ KLCC പാർക്കിലാണ് കേട്ടോ ഉള്ളത്. ശരിക്കും ഇവിടെ ഈ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് കുറേ കമ്പനീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. ആക്ച്വലി ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒന്ന് വാക്കിങ്ങിനൊക്കെ വേണമെങ്കിൽ പോകാൻ, വൈകിട്ട് പിന്നെ തണലത്ത് കുറച്ച് നേരം ഇരിക്കാം, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ പെട്രോണ ട്വിൻ ടവറിൻ്റെ ഒരു നല്ലൊരു വ്യൂ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ ഇവിടെ ഓക്കെയാണ്. അല്ലാണ്ട് മെയിൻലി നമ്മളിവിടെ വന്ന് ഭയങ്കരമായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു പൂളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ നടന്നിട്ട് കണ്ടില്ല. പബ്ലിക് പൂളാട്ടോ, ആർക്ക് വേണമെങ്കിലും ഇറങ്ങി കുളിക്കാം. പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല. പിന്നെ ഈ പാർക്കിലോട്ട് കയറാനും എൻട്രൻസ് ഫീ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ മലേഷ്യ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ചൂടിൽ നിന്നൊന്ന് മാറി ഇച്ചിരി തണലത്ത് കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഒന്നുമില്ല. മെയിൻലി എല്ലാവരും കൂടുതൽ ആൾക്കാർ വന്നേക്കുന്നത് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ ആക്ച്വലി കാണാനായിട്ട്. ഇതാണ് കേട്ടോ പെട്രോണ ട്വിൻ ടവറിൻ്റെ നല്ലൊരു വ്യൂ. ഇതാണ് കേട്ടോ ഈ പാർക്കിൽ നിന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് വ്യൂ അതാണ് കേട്ടോ. പിന്നെ ചിൽഡ്രൻസ് പാർക്കൊക്കെ അങ്ങോട്ടുണ്ട്. ചിൽഡ്രൻസിനൊക്കെ കളിക്കുകയാണെങ്കിൽ അങ്ങോട്ട് അതുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നൊരു സംഭവം പറയാം കേട്ടോ. എന്തോ ഒരു പന പോലുള്ളൊരു വൃക്ഷമാണ്, പക്ഷേ അതിൻ്റെ വേരാണോ എന്താണോ കൈൻഡ് ഓഫ് നല്ല വിയേർഡ് ലുക്ക്, എന്നാൽ ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇതേ ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. എന്തുവാണെന്ന് എനിക്കറിയാൻ മേല. പിന്നെ ഈ പനയിൽ നിന്നൊക്കെ കുറേ കായകളൊക്കെ വീണ് കിടപ്പുണ്ട്. എൻ്റെ കായ ഞാൻ കാണിച്ചു തരാം. അത് നല്ല രസമാണ്, പക്ഷെ ഇത് എഡിബിളൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. പച്ചയും നീല കളറൊക്കെ കണ്ടോ, പച്ച കളറും നീല കളറും ഒക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതൊക്കെ ഉള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ ഇനി ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറയുന്നത് തപ്പിയാണ് ഞാൻ നടക്കുന്നത്, അത് കാണുന്നില്ല. ഫൈനലി ഞാൻ സ്വിമ്മിംഗ് പൂള് കണ്ടുപിടിച്ചേട്ടോ. ഒരു ഫൗണ്ടനും പിന്നെ പിള്ളേർക്കൊക്കെ കുളിക്കാൻ പറ്റുന്ന ഒരു പൂളും ഒക്കെ ആട്ടോ ഇവിടെ. നല്ല രസമുണ്ട്. ഇതിൻ്റെ വേറൊരു വ്യൂ കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ പൂളിൻ്റെ നല്ലൊരു വ്യൂ. പെട്രോണ ട്വിൻ ടവർ ഇവിടെ നിന്ന് നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്രോണ ട്വിൻ ടവറിൻ്റെ വാട്ടർ ഫൗണ്ടൻ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. രാത്രി ആകുമ്പോഴത്തേനും ഇവിടെ ഈ വാട്ടർ ഷോ നടക്കുമെന്നാണ് പറയുന്നത്, ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്കത് കാണാൻ വരാം കേട്ടോ നൈറ്റിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായിട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഹോട്ടലിൽ പോയിട്ടൊന്ന് ഫ്രഷ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഇൻഫിനിറ്റി പൂളൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇൻഫിനിറ്റി പൂളിൽ പോയി ഒന്ന് കുളിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് രാത്രി നൈറ്റ് ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ ഒന്നുകിൽ ചൈന ടൗണിൽ അല്ലെങ്കിൽ വീണ്ടും ഈ പെട്രോണ ട്വിൻ ടവറിൻ്റെ അവിടെ തന്നെ വരും കേട്ടോ. അവിടുത്തെ ലൈറ്റ് ഷോ ഒക്കെ ഭയങ്കര നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് കിടന്ന് ഉറങ്ങി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബോധം വീണിട്ടില്ല ശരിക്കും. പിന്നെ പെട്ടെന്ന് ഒന്ന് ഫ്രഷായിട്ട് ഞാൻ ഇറങ്ങി. എന്തേലും രാത്രി നമ്മൾ വേസ്റ്റായി കളയാൻ പാടില്ലല്ലോ. ഒന്നെങ്കിൽ ചൈന ടൗണിൽ പോകണം, അല്ലെങ്കിൽ പെട്രോണ ട്വിൻ ടവറിൻ്റെ അവിടെ ലൈറ്റ് ഷോ ഉണ്ട്. അപ്പം അത് കാണാനായിട്ട് പോകണം. നമ്മുടെ ഹോട്ടലിൻ്റെ, അതായത് എൻ്റെ റൂമിൻ്റെ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നേരെ പെട്രോണ ട്വിൻ ടവറിൻ്റെ ഒരു മുക്കാൽ ഭാഗമൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടു ലൈറ്റ് അവിടെ ഇങ്ങനെ പല പല കളറിലിങ്ങനെ, ആ ടവറിൽ പല പല കളറിലിങ്ങനെ ലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ നോക്കട്ടെ, അവിടെ ഇപ്പോൾ ലൈറ്റ് ഷോ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. മേ ബി മിക്കവാറും അവിടെ പോവായിരിക്കും കേട്ടോ. കാരണം നാളെ നമുക്ക് വൈകിട്ട് 10 മണിക്കാണ് ഫ്ലൈറ്റ്. കാണാൻ പറ്റത്തില്ല, അവിടെ പോയി കാണാൻ പറ്റത്തില്ല. 2 മണിക്കൂർ മുമ്പ് തന്നെ നമുക്ക് എയർപോർട്ടിൽ പോകണമല്ലോ. ഒന്നെങ്കിൽ ചൈന ടൗൺ ആയിരിക്കും, അല്ലെങ്കിൽ പെട്രോണ ട്വിൻ ടവർ ആയിരിക്കും കേട്ടോ. അപ്പം പുറത്ത് നമ്മൾ ഗ്രാബ് നോക്കട്ടെ. ഗ്രാബ് വരുന്ന അനുസരിച്ചായിരിക്കും എവിടെ പോകാമെന്ന് തീരുമാനിക്കാം കേട്ടോ. ഞങ്ങൾ ചൈന ടൗണിൽ വന്നു കേട്ടോ. അപ്പം ഇവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിനെ ജലാൻ പെറ്റാലിംഗ് നൈറ്റ് സ്ട്രീറ്റ് എന്നാട്ടോ പറയുക. ഇപ്പം ലൂണാർ ഇയർ, ഇവരുടെ ന്യൂ ഇയർ അങ്ങനെ കണ്ടാൽ നടക്കുന്ന കാരണം എല്ലായിടമായിട്ടൊരു ഇതുണ്ടല്ലോ, റൗണ്ട് ഷേപ്പിൽ റെഡ് കളർ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ തോരണം കണക്ക് കത്തിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് എന്താ സംഭവം എങ്ങനെ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ മെയിൻലി ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളുടെയും ഫസ്റ്റ് കോപ്പി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷൂ ആണെങ്കിലും ബാഗ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും ഒക്കെ, ഡ്രസ്സാണെങ്കിലും എല്ലാം ഫസ്റ്റ് കോപ്പി സാധനങ്ങളൊക്കെ ഇല്ലേ, ഇത് കിട്ടും ഇവിടെ. നല്ല റേറ്റ് കുറവിന് കിട്ടുമെന്ന് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ചോദിച്ചില്ല കേട്ടോ. റേറ്റൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചില്ല.
Bro, how much is this? Madam, 65. Oh, so big. ബോയ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇടിവളയാണോ ഇത്? കണ്ടോ, ഇവിടെ ചെസ്നട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. 10 RM ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതെന്തോ സാധനം? ഇത് ക്ലേ പോട്ട് ചിക്കൻ റൈസ് ആണ് കേട്ടോ. പോർച്ചുഗീസ് ഗ്രിൽ ഫിഷ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ക്ലേ പോട്ട് ചിക്കൻ റൈസ് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം. ക്ലേ പോട്ട് ചിക്കൻ റൈസ് സ്മോൾ മതി. 1 hour. 1 hour. 1 hour. It will take 1 hour? Yeah. Okay, we will come back, okay? After 1 hour, we will come back. We come back. Yeah. Yeah, you only money. First we pay money. Yeah. Oh, then you make it, right? Yeah. ഫസ്റ്റ് നമ്മൾ പേ ചെയ്യണം, എന്നിട്ടേ അവർ മേക്ക് ചെയ്യുള്ളൂ. നമുക്ക് ആ ചിക്കൻ ക്ലേ പോട്ട് റൈസ് കഴിക്കണമെങ്കിൽ ഇപ്പോൾ ഓർഡർ ചെയ്ത് നമ്മൾ പേ ചെയ്യണം. 1 hour കഴിഞ്ഞിട്ട് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ തൽക്കാലം അത് ഡ്രോപ്പ് ചെയ്യുന്ന വെച്ച് നമുക്ക് അവസാനം വരാം. അവസാനം ആകുമ്പോഴത്തേന് ഇങ്ങനെ ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ ഓൾറെഡി മേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്ക് മേടിച്ച് കഴിക്കാമെന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം നമുക്കേ ഒന്ന് നോക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. കണ്ടോ, ഇത് വലിയ ചൈനീസ് ഫിഷറി. ഇതിനകത്ത് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറുതുമുണ്ട് ഇവിടെ. എത്ര രൂപയാണെന്ന് അറിയാൻ പാടില്ല, അവിടെ ആരും ഇല്ല. ഇവിടെ കംപ്ലീറ്റ് ഉള്ളതേ നല്ല വലിയ വലിയ ബ്രാൻഡിൻ്റെ ഡ്യൂബ് സാധനങ്ങളാണ് കേട്ടോ. ഫെൻഡിയുടെ ഒക്കെ ബാഗൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. പക്ഷെ ഒന്നിനും അങ്ങനെ വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ചക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 3 ringgit ആണ് ഈ ഒരു പാക്കറ്റ് ചക്കയ്ക്ക്. 2 ringgit ചക്കക്കുരുവിന്. ഭാഗത്തൊക്കെ ഫ്ലവേഴ്സും പിന്നെ ചെടികളൊക്കെ മേടിക്കാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനെ കുഞ്ഞ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ഉണ്ട് കണ്ടോ. കൊള്ളാം, നമ്മുടെ നാട്ടിലില്ലല്ലോ ഇങ്ങനെയൊന്നും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ചൈന ടൗണിൽ കാണാനായിട്ട്. ഫുഡൊക്കെ കഴിക്കുന്ന സ്റ്റോൾസൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ കൂടുതലും ഈ ഓരോ ബ്രാൻഡഡ് ബാഗ്സിൻ്റെ ഡ്യൂബ്സും ഷൂസിൻ്റെ ഡ്യൂബ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എല്ലാം കണ്ടുണ്ടല്ലോ. റിപ്പീറ്റ് എല്ലാ സ്റ്റോഴ്സിനും സെയിം തന്നെയാണ്. റേറ്റിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ ഓൾഡ് ചൈന ടൗണിലോട്ട് വന്നേക്കും കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നേ, കാണുന്നില്ല. അപ്പോൾ ഞങ്ങളിനി ചുറ്റിക്കറങ്ങി എവിടെയെങ്കിലും ഫുഡ് നല്ലത് കിട്ടുമോ എന്ന് നോക്കട്ടെ. ഡിന്നർ കഴിക്കണമല്ലോ, വിശക്കുന്നുമുണ്ട്. അപ്പം നോക്കാം. ഇത് കഴിഞ്ഞിട്ട് പെട്രോണ ട്വിൻ ടവറില്ലേ, അവിടുത്തെ ഈ ലൈറ്റ് ഷോ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നോക്കട്ടെ, നമുക്ക് ഗ്രാബൊക്കെ കിട്ടുന്ന അനുസരിച്ച് നമുക്ക് പോവാം. കാരണം ഗ്രാബ് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒത്തിരി സമയം, എന്നിട്ടേ പതിയൊക്കെ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ 1 kilometer യാത്ര ചെയ്യണമെങ്കിൽ പോലും ഒരു 20-30 മിനിറ്റ് ഗ്രാബിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവർ അത്രയും ഒത്തിരി ദൂരം ചുറ്റിക്കറങ്ങിയായിരിക്കും നമ്മൾ ഈ 1 kilometer കൊണ്ടാക്കാനായിട്ട് വരുന്നതും. അത്രയും ഇവിടുത്തെ ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റം അത്ര നല്ലതല്ല. അപ്പോൾ നോക്കട്ടെ. അപ്പം ഫുഡ് കഴിക്കാനായിരിക്കും ഇനി പോവുക. അപ്പം ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കട്ടെ. ഞാനേ ഈ വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ചുട്ട എന്തോ സാധനം കേട്ടോ, അത് ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താങ്ക് യു. എന്താണെന്ന് എനിക്കറിയത്തില്ല കർത്താവേ. ഓക്കെ, ഇത് റൈസാട്ടോ, സ്റ്റിക്കി റൈസ് കണ്ടോ. ഉള്ളിലെന്തോ ഉണക്കമീൻ്റെ പൊടിയാണ്. ചെറിയ എവിടെയോ ഒരു മധുരമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, കഴിക്കാം. ടേസ്റ്റ് ഉണ്ട്. നാളെ രാവിലെ കഴിക്കാനായിട്ട് കുറേ കപ്പ് നൂഡിൽസ് ഞങ്ങൾ മേടിച്ചു കേട്ടോ. കൂട്ടത്തി മോച്ചി ബോബ എന്നാണ് ഈ സാധനം മേടിച്ചു. ഞങ്ങൾ ഫുഡ് തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് 24 hours ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഇത് പസാർ മിനി KK സൂപ്പർ മാർട്ടോ അങ്ങനെ എന്തോ സംഭവമാണ്. അത് കാണിച്ചേ.
അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ലോക്കൽ സാധനമൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയപ്പോഴത്തേനും കുറേ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ കപ്പ് നൂഡിൽസ് കുറച്ച് മേടിച്ചു. ഇനി വേണം ഫുഡ് തപ്പി ഇറങ്ങാൻ. ഇപ്പം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. ഇവിടെ ഞങ്ങൾ നാസി ബിരിയാണിയും പിന്നെ പൊറോട്ട, അതായത് ഇവിടുത്തെ ടൈപ്പ് മലേഷ്യൻ ടൈപ്പ് പൊറോട്ട കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ അടിച്ച് എന്താ പറയുക നല്ല ഫ്ലേക്കി ആയിട്ടുള്ള പൊറോട്ടയില്ലേ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കൈൻഡ് ഓഫ് ചപ്പാത്തി കണക്കാ സംഭവം ഇരിക്കുക. അതിൻ്റെ കൂടെ കറി അവർ തരും കേട്ടോ. ചിക്കൻ കറി ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കറി ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ എന്താ പറയുക ചിക്കൻ ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരട്ടെ. ഇതാണ് നാസിക് ബിരിയാണി. പിന്നെ അതിലൂടെ ഒരു ഗ്രേവി ഉണ്ട്. പിന്നെ എക്സ്ട്രാ ചിക്കൻ ഫ്രൈ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി പൊറോട്ട കൂടെ വരണം. മണമൊക്കെ ഉണ്ട് കേട്ടോ, കൊള്ളാം. അപ്പോൾ മലേഷ്യൻ ബിരിയാണി ആണോ ഇത്? ചോദിച്ചു നോക്കട്ടെ. ഇത് മലേഷ്യൻ ആണോ ഇന്ത്യൻ ആണോ? ഇത് മിക്സ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് പൊറോട്ട. പൊറോട്ട ഉള്ള കേട്ടോ, നല്ല അടിച്ചിട്ടില്ല, പക്ഷെ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. അല്ല, ടേസ്റ്റ് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. വെയിറ്റ്, ഞാനൊരു ഷോർട്ട് വീഡിയോ എടുക്കട്ടെ ഷോർട്സിന് വേണ്ടിയിട്ട്, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. കൊള്ളാട്ടോ, റൈസ് മാത്രമായിട്ട് കഴിക്കാൻ കൊള്ളാം. അയ്യോ, ചിക്കൻ ഫ്രൈ എങ്ങനെ കഴിക്കാൻ? ചിക്കൻ ഫ്രൈ നല്ല. ഞാൻ പൊറോട്ട ഒന്ന് നോക്കട്ടെ. നമുക്കിവിടെ ഒരു ഗ്രേവി തന്നിട്ടുണ്ട്. നല്ല ക്ഷീണിച്ച് എന്താണെന്നറിയത്തില്ല, ഭയങ്കര ടയേർഡായണൊക്കെ ഒരു ഫീലിങ്ങാണ്. നല്ലോണം ഇന്ന് പോയി കിടന്നൊന്ന് ഉറങ്ങണം, എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി പ്ലാൻ എന്താ വെച്ചാൽ രാവിലെ തീരുമാനിക്കുക എന്തൊക്കെ കാണുമെന്ന്. ഇനി അധികമൊന്നും ഇവിടെ അങ്ങനെ കാണാനില്ല കേട്ടോ. നമുക്ക് ഇനിയുള്ളത് പെട്രോണാ ചിൻറ്റോറും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്.